ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ചോദിക്കട്ടെ നിത്യാമ്മ? എന്താ? എനിക്ക് നിത്യാമ്മയുടെ അടുത്തൊന്ന് പോവേണ്ടി വരുമോ? അവരെന്നെ കൊണ്ടുപോവോ? മനുവിന് മധുരം കുറച്ചു മതി. മോൾ ഇന്നലെ വീട്ടിൽ വിളിച്ചിരുന്നോ? ഇല്ല. ഞാനും സുജാത ഒന്ന് വിളിച്ചാലോന്ന് കരുതിയതാ. പിന്നെ ഇപ്പൊ വിളിച്ചിട്ടെന്താ പ്രയോജനം? ഓരോന്ന് പറഞ്ഞ് കരയാനല്ലേ. അത് കേക്കണ്ടാന്ന് കരുതി. ആ അല്ല മോളെ, ആദ്യമോൻ എന്നാ കൊണ്ടുവരുന്നേ? അതെനിക്കറിയില്ല. അച്ഛനും അമ്മയും പറഞ്ഞില്ലല്ലോ. ആ അമ്പലത്തിൽ വെച്ച് എന്തോ പറഞ്ഞു. പിള്ളേരാകുമ്പോ ആരെങ്കിലുമൊക്കെ ആയിട്ട് അടുപ്പം കാണിച്ചെന്നിരിക്കും. ഇപ്പൊ മനുവിന്റെ കാര്യം തന്നെ നോക്കി. കുഞ്ഞുനാളില് എന്റെ അനിയത്തി ഭവാനി ഉണ്ടായിരുന്നു. അവളോടായിരുന്നു അവന് കൂടുതൽ അടുപ്പം. ഭവാനിയുടെ കല്യാണം കഴിഞ്ഞപ്പോ എല്ലാവരും ചോദിച്ചു, ഇനിയിപ്പം മനുവിന്റെ കാര്യം എന്താ ചെയ്യാന്ന്. എന്ത് ചെയ്യാനാ? ഞാൻ അവന്റെ അമ്മയല്ലേ. എനിക്കെന്താ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിഞ്ഞൂടെ? അല്ല, നിനക്ക് നിന്റെ മോനെ കാണാത്തതിന്റെ വിഷമമൊന്നുമില്ലേ? ഉണ്ടമ്മേ, പക്ഷേ. പിന്നെ എന്ത് പക്ഷേ? ദേ മോളെ, ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് ബന്ധങ്ങളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ എങ്ങി കൊണ്ടുവരാന്നാ നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നെ. അതനുസരിച്ച് കുഞ്ഞിവിടെ എത്തിയിരിക്കണം. അതിലൊരു മാറ്റവും പാടില്ല. ഞാൻ പറയാമേ. പിന്നെ ഇന്നു മുതല് ചില ബന്ധുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോ മനു കല്യാണം കഴിച്ചു ആ പെൺകുട്ടിയെ കാണണമെന്ന് കരുതിയിട്ടൊന്നും അല്ല. നിന്റെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തതറിഞ്ഞ് അത് ചോദിക്കാനാ വരുന്നത്. അവരെന്തെങ്കിലും ചോദിച്ചാ മിണ്ടാതിരുന്നാ മതി. ഇത്രയും കാലം ഈ കുടുംബത്തിലുള്ള ആരുടെ മുഖത്ത് നോക്കി അവരൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ അതിനുള്ള അവസരം അവർക്കുണ്ടല്ലോ. അമ്മേ, ഏട്ടന്റെ കാര്യമൊക്കെ മനുവിനും സാർ ചേച്ചിക്കൊക്കെ നന്നായിട്ട് അറിയാം. ഏട്ടൻ പണ്ട് മുതലേ അങ്ങനെയാ. അതിപ്പോ പുരാണ കാലം മുതലേ അയാൾ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാലും ആങ്ങള തന്നെയല്ലേ. അമ്മ വിളിക്കുമ്പം മോളൊന്ന് പറഞ്ഞേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യം. നിന്റെ കുഞ്ഞ് നിന്നോടൊപ്പം തന്നെ വേണം. പേരക്കുട്ടിയോട് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ആ ഒരു കണക്കിന് പറഞ്ഞ ഈ കല്യാണം കൊണ്ട് അതല്ലേ ഉള്ളു നേട്ടം. അമ്മ കഴിച്ചോളാം മോനെ. നിത്യാമ്മ, ആ അങ്കിളിഞ്ഞ് തിരിച്ചു വരുമോ? പോലീസ് പിടിച്ചോണ്ടും പോയ ജീവൻ അങ്കിള്. വരണ്ട, അയാൾ തിരിച്ചു വരണ്ട. നിത്യാമ്മക്ക് പേടിയല്ലേ? എല്ലാവർക്കും അങ്ങനെ പേടിയല്ലേ? മോനെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് കഴിക്കാൻ നോക്ക്.
എന്താ? എനിക്ക് നിത്യാമ്മയുടെ അടുത്തൊന്ന് പോവേണ്ടി വരുമോ? അവരെന്നെ കൊണ്ടുപോവോ? പറ നിത്യാമ്മേ, അവരെന്നെ കൊണ്ടുപോവോ? പറയ്. ആദിക്കുട്ട, അമ്മ വിഷമിച്ചിരിക്കുമ്പോ കൂടുതൽ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണോ മക്കള് ചെയ്യുക? അമ്മയെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്? നിത്യാമ്മ കരഞ്ഞതൊക്കെ മോൻ കണ്ടതല്ലേ? മോനല്ലാതെ വേറെ ആരാ അമ്മയെ ആശ്വസിപ്പിക്കാൻ? അതൊക്കെ ഞാൻ ചെയ്തു. ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് കൊറേ നേരം ഇരുന്നല്ലോ. അമ്മയോട് കരയണ്ടെന്നും പറഞ്ഞല്ലോ. മോൻ കഴിക്കേ. മോനെ, നിത്യാമ്മയോട് ഇപ്പൊ ചോദിച്ച കാര്യം ഇനി മോൻ ചോദിക്കരുത്. നിത്യാമ്മയ്ക്കത് സങ്കടമാവും. അതുകൊണ്ടാ അമ്മമ്മ പറയുന്നത്. ഞാൻ അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുമ്പോളേ നിത്യാമ്മന്റെ ചെവി പറയാറില്ലേ, നിത്യാമ്മയുടെ അടുത്തുനിന്ന് മോനെ ആരും കൊണ്ടുപോയില്ലെന്ന്. എനിക്ക് വിശ്വാസമാ കേട്ടോ. നിത്യാമ്മ എന്നെ വിട്ടുകൊടുക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടുന്ന് പോവേണ്ടി വന്ന ഞാൻ ചത്തുകളയും. എന്താ മോനെ ഇത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കെ. കഴിച്ചേ. മോൻ കഴിച്ചു തീർന്നോ? പോയി വായ എടുക്ക. കുട്ടികൾക്ക് എന്തറിയാം? അവര് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാറുണ്ടമ്മേ. ഇതിപ്പോ എന്നും ഇങ്ങനെ ഓരോ വിഷമങ്ങൾ പങ്കുവെക്കാനാ അമ്മ മോളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ദാ അടുത്തതിന്റെ ആരംഭവുമായി. അമ്മ പോയിക്കോ. മധുര